ഓക്കെ, ഇപ്പൊ നമുക്ക് ഇന്ന് രണ്ട് ടോപ്പിക് ഉണ്ട്. അതിൽ ഫസ്റ്റ് പെർസെൻറ്റേജ് ആണ്. ബേസിക്സ് ഒന്ന് നോക്കിയിട്ട് ക്വസ്റ്റിനിലോട്ട് നേരെ പോയില്ല. ഒന്ന് രണ്ട് അല്ല, കുറച്ച് റൂൾസ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എടുത്തിട്ടുണ്ട്. റൂൾ വൺ എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ചേഞ്ച് അല്ലെ. ഇപ്പൊ രണ്ട് പെർസെൻറ്റേജ് വന്നിട്ട് അവരിൽ വരുന്ന മാറ്റം പെർസെൻറ്റേജ് നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും. സോ ന്യൂമറേറ്ററിൽ അറിയാലോ, ഇൻക്രീസ് ഡിക്രീസ് എടുക്കുക. ഇൻക്രീസ് ആണെങ്കിൽ ഇൻക്രീസ് എടുക്കുക, ഡിക്രീസ് ആണെങ്കിൽ ഡിഫറൻസ് നോക്കുക. ബേസിക്കലി ഡിവൈഡ് ബൈ ഇനീഷ്യൽ വാല്യൂ. ഇനീഷ്യലി വാല്യൂ എത്രയായിരുന്നു അത് ബേസിൽ എടുക്കുക ഇൻറ്റു 100. സോ അതാണ് പെർസെൻറ്റേജ് ചേഞ്ച് കാണാനുള്ള ഫോർമുല. റൂൾ ടു എന്നാന്ന് വെച്ചാൽ ഇപ്പം നമ്മളോട് പറയണം, ഇപ്പോൾ ഒരു വാല്യൂ ദാറ്റ് ഇസ് അവിടെ കാണിച്ചിരിക്കുന്നില്ല, ഈസ് എക്സ് പെർസെൻറ്റേജ് മോർ ദാൻ ബി എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാം. ദാറ്റ് ഇസ് എത്രയാണ് ഇൻക്രീസ് അത് ന്യൂമറേറ്ററിൽ വെക്കുക, 100 പ്ലസ് ആ എക്സ് ഡിനോമിനേറ്ററിൽ കൊടുക്കുക ഇൻറ്റു 100. സോ അത്രയും പെർസെൻറ്റേജ് മോർ ഓർ ലെസ് അല്ല, ലെസ് ആകുമ്പോൾ അത് കുറയ്ക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതും ഇതില്ലാതെ ചെയ്യാം, പക്ഷെ ഫോർമുല ആണെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഉള്ളത് പ്രൈസ് കൺസംഷന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അല്ലെ. ഇപ്പൊ അവിടെ നമുക്ക് പ്രൈസ് ഒരു എക്സ് പെർസെൻറ്റേജ് കൂടുവാണ്, എക്സ്പെൻഡിച്ചർ സെയിം ആയിട്ട് നിന്ന് കൺസംഷനിൽ വരുന്ന മാറ്റം ചോദിക്കുകയാണെങ്കിൽ സെയിം എക്സ് ബൈ 100 പ്ലസ് എക്സ് ഇൻറ്റു 100 ചെയ്താൽ ആ ചേഞ്ച് എത്രയാണ്. ഓക്കെ, പിന്നെ ഉള്ളത് നെറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് ആണെന്ന് വെച്ചാൽ ഒരു വാല്യൂ ആദ്യം എക്സ് പെർസെൻറ്റേജ് കൂടുന്നു, പിന്നെ വൈ പെർസെൻറ്റേജ് കൂടുന്നു. ഓക്കെ, അപ്പോൾ വരുന്ന നെറ്റ് ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100. ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. ഇൻക്രീസ് ആണെങ്കിൽ വാല്യൂ അറിയാലോ, പോസിറ്റീവ് കൊടുക്കാം. ഡിക്രീസ് ആണെങ്കിൽ മൈനസിൽ കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓവറോൾ ആൻസർ പോസിറ്റീവിൽ കിട്ടിയ അത്ര പെർസെൻറ്റേജ് നമ്പർ കൂടി, നെഗറ്റീവിൽ കിട്ടിയ അത്ര ശതമാനം നമ്പർ കുറയും കേട്ടോ. അതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നോക്കിക്കാം. എത്രയാണ് ഇതിന്റെ ഒരു ബേസിക് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്താൽ അതായിരിക്കും കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ചെയ്താലോ. ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. സാലറി ഓഫ് എക്സ് ഇസ് 20% മോർ ദാൻ വൈ, then by how much percentage is salary of y less than x? So y യുടെ സാലറി എക്സിനേക്കാളും എത്ര പെർസെൻറ്റേജ് കുറവാണ് എന്ന് ചോദിച്ചു. ഓക്കെ, ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം സ്റ്റുഡൻസ്, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന. ഓക്കെ, കിട്ടുന്നില്ലേ? ഒന്ന് ചെയ്യാം അല്ലേ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത്രേ ഉള്ളൂ. കണ്ടീഷൻ എന്തായിരുന്നു? സാലറി ഓഫ് എക്സ് 3 കിട്ടിയായിരുന്നു. തേർഡ് ഓപ്ഷൻ കിട്ടിയോ? അതെ, ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് നോക്കാം അതെങ്ങനെ കണ്ടീഷൻ. ഓക്കെ, ആൻസർ സി ഓപ്ഷൻ തന്നെയാണ്.
ചെയ്ത് നോക്കാം. സോ ഇത്രേ ഉള്ളൂ. ഓക്കെ, സാലറി ഓഫ് എക്സ് വൈനേക്കാളും 20% കൂടുതൽ. അപ്പൊ ഞാൻ വൈയുടെ സാലറി 100 എടുത്ത എക്സിന്റെ ഒക്കെ എത്രയാണ്? 120 അല്ലേ? ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബൈ ഹൗ മച്ച് പെർസെന്റേജ് ഇസ് വൈ ലെസ് ദാൻ എക്സ്? സോ ഫോർമുല എന്തായിരുന്നു? പെർസെന്റേജ് മോർ ഓർ ലെസ് ആണെങ്കിൽ ഡിഫറൻസ് എടുക്കുന്നു. നമ്മൾ കമ്പയർ ചെയ്യുന്നത് എക്സിന്റെ സാലറി വെച്ചാണ്. എക്സിന്റെ സാലറി എത്രയാ? 120. ഓക്കെ, സോ ഇവിടെ എത്ര വരും? 1/6 അല്ലെ? 100/6 വരും. അതിനെ നമുക്ക് 50/3 ആയിട്ട് വരും. കറക്റ്റ് ആയിരുന്നു കേട്ടോ. ആൻസർ സി ഓപ്ഷൻ ആണ് വരുന്നത്, 50/. ഓക്കെ, കിട്ടിയല്ലോ അല്ലെ? ഡൗട്ട് വരുവാണെങ്കിൽ ചോദിച്ചോണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, ഇവിടെ ഓൾമോസ്റ്റ് സെയിം കൺസെപ്റ്റ് ആണ്. ദാറ്റ് ഇസ് ആനുവൽ ഇൻകം ഓഫ് എക്സ് ഇസ് 20% മോർ ദാൻ വൈ, then the income of y is less than x by p%. So ആ p% നമ്മൾ കാണണം. സെയിം, ഓൾമോസ്റ്റ് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 50/3 ഒന്ന് സോൾവ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് സ്കിപ്പ് ചെയ്യാറുണ്ട്. സെയിം, ഓൾമോസ്റ്റ് സെയിം കൺസെപ്റ്റ് തന്നെ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാലോ. നോക്കാം. സെയിം ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ചോദ്യം ഇവിടെ ഇതാണ്. The person bought 2 articles X and Y from a അല്ലെ departmental store. The sum of prices before sales tax 130 ആയിരുന്നു. There was no sales tax on article X and 9% sales tax on Y. Total amount the person paid including the sales tax 136.75 ആണ്. ചോദ്യത്തിലുള്ളൂ വാട്ട് വാസ് ദ പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ എക്സ് ബിഫോർ സെയിൽസ്. ഓക്കെ, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, കിട്ടുവാണെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. കിട്ടുന്നില്ലെങ്കിലും പറഞ്ഞോ കേട്ടോ. ഡൗട്ട് ആയില്ലെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ. നമ്മളിതിൽ രണ്ട് ആർട്ടിക്കിൾസിനും സെയിം വാല്യൂ ആണെന്ന് അസ്യൂം ചെയ്തോണ്ടല്ലേ സ്പ്ലിറ്റ് ചെയ്യുന്നത്? എങ്ങനെ? അതായത് എക്സിന്റെയും വൈന്റെയും കമ്പൈൻഡ് പ്രൈസ് ആണല്ലോ 130. അപ്പം അതെ. ഒരു ആർട്ടിക്കിളിന് 130/2 എന്നുള്ളത് അസ്യൂം ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ. ഇല്ല ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതല്ലെങ്കിൽ ഒരു പറയണം ആർട്ടിക്കിൾസിന്റെ സെയിം ആന്ന് പറഞ്ഞാലേ അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ. അത് നമുക്ക് അസ്യൂം അല്ലല്ല അസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് ഒരു കാര്യം ക്ലിക്ക് ആയല്ലോ. ദാറ്റ് ഇസ് രണ്ടിന്റെയും കൂടെ പ്രൈസ് 130 ആണ്. സെയിൽസ് ടാക്സ് നമ്മൾ ആഡ് ചെയ്തപ്പോഴത്തേനും 136.75. സോ ദാറ്റ് മീൻസ് ഒരു 6.75%, സോറി 6.75 റുപ്പീസ് കൂടാൻ കാരണം എന്താ? കാരണം വൈയുടെ പ്രൈസിൽ നമ്മൾ 9% സെയിൽസ് ടാക്സ് ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം,
ദാറ്റ് ഇസ് എ പ്രൈസ് ഓഫ് വൈ നമ്മൾ ക്യാപിറ്റൽ വൈ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇതിന്റെ 9% ആണ് എത്രയായിട്ട് വരുന്നത്? 6.7 അല്ലെ? അത് വൈയുടെ ഒരു പ്രൈസ് ഉണ്ട്, ആ പ്രൈസിന്റെ 9% എടുത്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 6.7 അല്ലെ? അപ്പൊ വൈയുടെ പ്രൈസ് എത്രയാണെന്ന് കണ്ടാ പോരെ. സോ എന്ത് ചെയ്താൽ മതി? 9% എന്ന് വെച്ചാൽ 9/100. ഈ 9/100 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകും. സോ വൈ ഈസ് ഈക്വൽ ടു എന്താണ്? 6.75 ഇൻറ്റു 100/9 അല്ലെ? ഓക്കെ. അപ്പൊ ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ആ ഡെസിമൽ ബുക്കുള്ളൂ. അപ്പൊ 675/9 നോക്കുക. സോ 9 sevens are 63. ഓക്കെ. 45 എന്ന് വെച്ചാൽ 5. നമുക്ക് വൈയുടെ പ്രൈസ് കിട്ടി. വൈയുടെ പ്രൈസ് എത്രയാ? 75. ഓപ്ഷൻ കറക്റ്റ് കേട്ടോ. കിട്ടി. ഓക്കെ. ഓപ്ഷൻ എ വന്നായിരുന്നു അല്ലെ? അപ്പൊ കറക്റ്റ് കേട്ടോ. ലോജിക്ക് കിട്ടിയോ എന്ന് നോക്കി. ഡൗട്ട് വരികയാണെങ്കിൽ ചോദിച്ചോണം കേട്ടോ. ഓക്കെ. ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ? ഇതന്നെ കറക്റ്റ്. ഓക്കെ. അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ 3 numbers x, y, z are 3 numbers is that x is 30% of z and y is 40% of z. അത് തമ്മിൽ റിലേഷൻ ഉണ്ടല്ലോ. സോ നമ്മൾ കണ്ടത് ഇഫ് എക്സ് ഇസ് p percentage of y then വാല്യൂ ഓഫ് p എത്രയാണ്? ഓക്കെ. ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഒന്ന് ഡിസ്കസ് ചെയ്തേക്കാം. ഇത് നോക്കിയാ റിലേഷൻ ഒന്ന് കണക്ട് ചെയ്യാം. ദാറ്റ് ഇസ് നമുക്ക് എന്താ പറയാം, എക്സ് ബൈ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാം? എക്സ് ഇസഡിന്റെ 30%. ഇസഡ് ഇപ്പൊ ഞാൻ 100 ആയിട്ട് എടുക്കുവാണെങ്കിൽ എക്സ് അപ്പൊ എത്രയാ? 30 ആണ്. അതുപോലെ തന്നെ വൈ എന്താണ്? 40% ഓഫ് ഇസഡ് എന്ന് വെച്ചാൽ ഇസഡ് 100 ആണെങ്കിൽ അല്ലെ, ഇസഡ് 100 ആണെങ്കിൽ വൈ എത്രയാ? അതിന് 40%. അപ്പൊ നമുക്ക് മൂന്നുപേരെ കണക്ട് ചെയ്യാലോ. ദാറ്റ് ഇസ് എക്സ് വൈ ഇസഡ് എന്താന്ന് പറയാം. എക്സ് ഇസഡ് 100 ആണെങ്കിൽ എക്സ് 30ഉം വൈ എത്രയാ? 40 അല്ലെ? ഓക്കെ. ഈ റിലേഷൻ നോക്കി. ഇഫ് എക്സ് ഇസ് പി പെർസെന്റേജ് ഓഫ് വൈ, സോ എക്സ് വൈയുടെ എത്ര പെർസെന്റേജ് ആണ് നോക്കും അല്ലെ? അപ്പോ എക്സ് വൈയുടെ എത്ര പെർസെന്റേജ് ആണെന്ന് ചോദിച്ചാൽ എന്താ പറയാ നമുക്ക്? എക്സ് നോക്കി 30ആണ്, വൈ 40ആണ്. അപ്പൊ എക്സ് വൈയുടെ എത്ര പെർസെന്റേജ് ആണെന്ന് ചോദിച്ചാൽ 30/40 അല്ലേ? ഓക്കെ. ക്യാൻസൽ ഔട്ട് ചെയ്യാം. 15/2 ഇവിടെ ഒരു 5 ടൈംസ്. ഓക്കെ. അപ്പൊ 15 into 5 ആൻസർ എത്രയാ? 75 കേട്ടോ. ആൻസർ കിട്ടും. ആൻസർ കറക്റ്റ് ആണ്. 75% ആയിരിക്കും. ഓക്കെ. സോ കണക്ട് ചെയ്ത് മനസ്സിലായോ? ചെക്ക് ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ. നോക്കാം. ഓക്കെ. ആ ഒരു കൺസെപ്റ്റ് തന്നെ ഇവിടെ ഈ സെൽസ്
ഹിസ് ഗുഡ്സ് 30% cheaper than ബി ആൻഡ് 30% dearer than സി റിലേഷൻ ആണ്. So how much percentage is C's goods cheaper than B? ഒന്ന് ഇത് നോക്കിയേക്കോ. ഓക്കെ, ഡിയറർ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ എന്താ ഉദ്ദേശിക്കുന്നത്? എക്സ്പെൻസീവ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നോട്ട് ചെയ്ത് തരാം. ഡിയറർ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ ചെറിയൊരു കണ്ടീഷനാണ്. നമ്മൾ സി വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. എ ടു ബി ഒരു കണക്ഷൻ ഉണ്ട്, ബിയും സിയും തമ്മിലൊരു കണക്ഷൻ കേട്ടോ. സിയുടെ പ്രൈസ് 100 ആയിട്ട് എടുത്ത് തുടങ്ങിക്കും, അതായിരിക്കും. അപ്പൊ നമുക്ക് എ ടു ബി ഒരു കണക്ഷൻ ഉണ്ട്, പിന്നെ ബി ടു നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ പോവാണെങ്കിൽ നമുക്ക് 3 പേര് ഒറ്റയടിക്ക് കണക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒന്ന് പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, പോയിന്റ് ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. നമ്മളിപ്പം സീനെ 100 ആയിട്ട് എടുക്കുവാന്ന് വെച്ചു. സോ ബി എന്താ 30% എക്സ്പെൻസീവ് ദാൻ സി, അപ്പൊ 130 അല്ലെ. പിന്നെ എ എന്താണ്? ബിനേക്കാളും 30% ചീപ്പാണ്. അപ്പോൾ ബിയുടെ 30% എന്ന് വെച്ചാൽ 39 കുറച്ചു. 39 കുറയ്ക്കുമ്പോൾ എത്ര വരും? 91 അല്ലെ. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ബൈ ഹൗ മച്ച് പെർസെന്റേജ് സീസ് ഗുഡ്സ് ചീപ്പർ ദാൻ ബി. സോ ബിനേക്കാളും എത്ര ചീപ്പർ ആണെന്ന് വെച്ചാൽ എന്താ പറയാ? ഡിഫറൻസ് നോക്കി 30. ബി വെച്ച് കമ്പയർ ചെയ്യുന്നത്. സോ ബിയുടെ താഴെ എടുക്കുക 130 ഇൻറ്റു. ഇപ്പൊ 10 ക്യാൻസൽ ചെയ്യുക, 300/13. അപ്രോക്സ് എത്ര വരും? 300 ബൈ വരുന്ന ശരിയായില്ലല്ലോ. 26. ഓ സോറി അവിടെ റിലേഷൻ എടുത്ത് ശരിയല്ല. ഓക്കെ, നമുക്ക് എനെ അല്ല രണ്ടുപേര് തമ്മിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്നുവെച്ചാൽ എനെ ആണല്ലോ കണക്ക്. എ സെൽസ് 30% ലെസ് ദാൻ ബി ആൻഡ് 30% എക്സ്പെൻസീവ് ദാൻ സി. സോ എനെയാണ് ബിയും സിയും വെച്ച് കമ്പയർ ചെയ്തത് കേട്ടോ. ഓക്കെ, അവിടെ മിസ്റ്റേക്ക്. സോ നോക്കിയാൽ അപ്പൊ നമുക്ക് ഓക്കെ അങ്ങനെ ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ ഇപ്പൊ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യ, ബി വെച്ച് തുടങ്ങാം. ബിനെ 100 എടുത്താൽ എ ഒക്കെ 70 അല്ലെ. പിന്നെ എന്താ പറയുന്നത്? എ സെൽസ് 30%. ഓക്കെ, എ എന്ന് പറഞ്ഞാല് ബിനേക്കാളും 30% എക്സ്പെൻസീവ്. നമുക്കറിയാം എ ഇപ്പൊ 70 അല്ലേ എടുത്തിരിക്കുന്നത്. 70 30% എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ 130% ഓഫ് എന്താണ്? സി ആണ് അല്ലെ, ഇങ്ങനെ പറയാലോ. അപ്പൊ സി എത്രയാന്ന് വെച്ചാൽ എന്താ പറയാ? സി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 70 ഇൻറ്റു 100/. ഫ്രാക്ഷൻ വരാനേ ചാൻസ് ഉള്ളൂ. 700/13 വരും. ഏകദേശം എത്രയാണ് നോക്കുക? ഇത് 53 സംതിങ് റഫ്ലി എടുക്കും കേട്ടോ. ഏകദേശം 53 ശതമാനം. അപ്പോ സി 53. ഇനി ഇവിടെ കമ്പയർ ചെയ്യുന്നത് എ സിനേക്കാൾ എത്ര ശതമാനം കുറവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എത്ര കുറവാ? ബി 100 ആയതുകൊണ്ട് നമുക്ക് ഏകദേശം ആൻസർ കിട്ടും. ഇപ്പൊ ഡിഫറൻസ് വരുന്നത് ഏകദേശം 47/100. ഓക്കെ, ഇത് കാരണം ഇത് 53 പോയിന്റ് സംതിങ് ആയിരുന്നു. അറൗണ്ട് 47. ഓക്കെ, അത് ഏത് ഓപ്ഷനാ ഉള്ളത്? ഓപ്ഷൻ എ 46 കേട്ടോ. അപ്പൊ ആൻസർ അതാണ് 46.16. ഓക്കെ, കണക്ട് ചെയ്ത് കിട്ടിയോ? ചെക്ക് ചെയ്ത് റിസൾട്ട്.
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. എവിടെയെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ഒന്ന് ചോദിച്ചു കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ഓക്കെ, ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കാം. ഓക്കെ, അടുത്ത ഒരു ഇലക്ഷന്റെ ഒരു ചോദ്യം നമുക്ക് നോക്കി. ഇത് ചോദിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. In an election, 10% of the voters on the voting list did not cast their vote, and 60 voters cast their ballot papers blank. Okay, so there were only two candidates. The winner was supported by 47% of the total voters in the voting list, and he got 308 votes more than his rival. Okay, the number of voters on the voting list ആണ് ചോദിച്ചത്. ഇതിന്റെ ഒരു കൺസെപ്റ്റ് അറിയാമായിരിക്കും അല്ലെ. വോട്ടിംഗ് ലിസ്റ്റിൽ ബേസിക്കലി നമുക്കറിയാം, വോട്ടിംഗ് ലിസ്റ്റിൽ ഇപ്പൊ 100 പേരുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പറയുന്നത് അതിൽ 10% പേര് വോട്ട് ചെയ്തില്ല. പിന്നെ അതിൽ 60 അല്ലെങ്കിൽ 60 വോട്ടേഴ്സ് ആണെങ്കിൽ വോട്ട് ചെയ്തു, പക്ഷെ അവരുടെ വോട്ട് എന്താണ്, ബ്ലാങ്ക് ആയിട്ട് ഇട്ടത്. മീൻസ് അവർ ആർക്കും ടെക്നിക്കലി വോട്ട് ചെയ്തിട്ടില്ല. 2 കാൻഡിഡേറ്റ്സേ ഉള്ളൂ അതിൽ. ദാറ്റ് മീൻസ് വോട്ട് ചെയ്തവരിൽ 47% വോട്ടേഴ്സ് വിന്നറിനെയാണ് സപ്പോർട്ട് ചെയ്തത്. ആൾക്ക് കിട്ടിയ മെജോറിറ്റി എത്ര, 308 വോട്ട്സ്. അപ്പൊ നമ്മള് ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് ടോട്ടൽ വോട്ടേഴ്സ്. സർ, ഇതില് 60 വോട്ടേഴ്സ് കാസ്റ്റ് ദർ ബാലറ്റ് പേപ്പേഴ്സ് ബ്ലാങ്ക് എന്ന് പറയുന്നല്ലോ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ 10% വരുമോ? കാരണം ടെക്നിക്കലി അവർ വോട്ട് ചെയ്യുന്നില്ലല്ലോ. അതോ 10%? അവര് വോട്ട് ചെയ്യുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. വോട്ട് ചെയ്തു, പക്ഷെ അവർ ആർക്കും നോട്ട കൊടുത്ത് അപ്പൊ നോട്ടൊക്കെ വോട്ട് ചെയ്തു, അങ്ങനെ വേണമെങ്കിൽ പറയാം. സെൻസ് അവർ ആർക്കും ടെക്നിക്കലി വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയാം. അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വാലിഡ് വോട്ട്സിന്ന് ആ 60 കുറയ്ക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റും. 10% കൂട്ടല് വാലിഡ് വോട്ട്സ് എത്രയുണ്ടോ അതിൽ നിന്ന് 60 കുറയ്ക്കാം. അങ്ങനെ. ഓക്കെ, നമുക്കൊന്ന് നോക്കാം അല്ലെ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 6200. ഓക്കെ, ഇതിന്റെ കൺസെപ്റ്റ് നമുക്ക് നോക്കാം. എത്ര ഉള്ളൂ. ഇപ്പൊ എനിക്ക് ടോട്ടൽ വോട്ടേഴ്സ് ഞാനൊരു 100% എടുക്കുന്നു. ടോട്ടൽ വോട്ടേഴ്സ് 100%. അതിൽ നമുക്കറിയാം 10% പേര് വോട്ട് ചെയ്തില്ല. ബാക്കി 90% പേരാണ് വോട്ട് അല്ലെ. ഇത്രയാണ് ആക്ച്വൽ വോട്ടേഴ്സ് വോട്ട് ചെയ്തത്.
ഇനി നമുക്കറിയാം ഇതിൽ ഒരാൾക്ക് 47% കിട്ടി. So, ഉറപ്പായിട്ടും രണ്ടുപേരേ ഉള്ളൂ. So, മറ്റേ ആൾക്ക് എത്ര ശതമാനം കിട്ടി? 43. ഇവരുടെ മാർജിൻ ഡിഫറൻസ് പെർസെന്റേജിൽ 4ആണ് അല്ലെ? അതാണ് ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത്. ഹി ഗോട്ട് 308 വോട്ട്സ് മോർ ദാൻ ഹിസ് റൈറ്റ്. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു കൺസെപ്റ്റ് ഉള്ള ഇതാണ്. നമ്മൾ ചെയ്യേണ്ടത് ഈ 4% എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി ആളുടെ മാർജിൻ, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ ഇൻവാലിഡ് വോട്ട് കുറയ്ക്കും അല്ലെ? കാരണം 60 വോട്ട് ചെയ്തവരുണ്ട്, പക്ഷെ ടെക്നിക്കലി അവർ ആർക്കും ചെയ്തില്ല. അപ്പൊ അത് നമ്മൾ ആ മാർജിനിൽ നിന്ന് കുറയ്ക്കും. അപ്പൊ അതായിരിക്കും ഈ 4% ഡിഫറൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, 4% എന്ന് പറഞ്ഞാൽ 308 മാർജിൻ മൈനസ് നമ്മുടെ 60 വോട്ട്സ്. ഓക്കെ, ദാറ്റ് മീൻസ് 4% ഇവിടെ ഇപ്പൊ എത്ര വരുന്നുള്ളൂ? 248 അല്ലെ? അപ്പോ 1% അറിയാലോ, ഇനിയിപ്പോ കണക്ട് ചെയ്യുന്ന 1% എന്ന് പറഞ്ഞാൽ അപ്പൊ 62. ഓക്കെ, അപ്പൊ ടോട്ടൽ വോട്ട്സ് നമ്മൾ 100% കണ്ട അല്ലെ അസ്യൂം ചെയ്ത്. അപ്പൊ 100% അപ്പൊ എത്ര വരും? 6002. ഫൈനൽ ആൻസർ ഇവിടെ ബി ഓപ്ഷൻ ആണ് വരുന്നത്, 6000. ഓക്കെ, നല്ല ക്വസ്റ്റൻ ആയിരുന്നു. അപ്പൊ ഇവിടെ ഈ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആ 4% എന്ന് പറഞ്ഞാൽ മാർജിനിൽ നിന്ന് ആ 60 ഇൻവാലിഡ് അല്ല, ആ ബ്ലാങ്ക് ബാലറ്റ് പേപ്പേഴ്സ് ബ്ലാങ്ക് ആയിട്ടുള്ളത് എന്ത് ചെയ്യണം? ആ മാർജിനിൽ നിന്ന് കുറയ്ക്കണം. ഓക്കെ, അതായിരുന്നു ഈ ക്വസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. കിട്ടിയോ? ചെക്ക് ചെയ്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ചെയ്യാത്ത എന്തെങ്കിലും ടൈപ്പ് ഉണ്ട്? ഓൾമോസ്റ്റ് പെർസെന്റേജിന്റെ അല്ലെ മെയിൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിപ്പോയിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റിലോട്ടൊന്ന് പോയേക്കാം. ഇപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറിയാലോ, നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പോൾ മാക്സിമം ഫോർമുലാസ് നമ്മൾ ഉപയോഗിച്ചില്ലായിരുന്നു. ഒന്ന് രണ്ട് ബേസിക് ഫോർമുല സിസ്റ്റം ഒന്ന് പെട്ടെന്ന് ഓടിച്ചു പോവാം. ഫോർമുലയുടെ ആവശ്യം വരുന്നില്ല അല്ലെ? നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം ഫോർമുലാസ് മാക്സിമം ഉപയോഗിച്ചില്ലായിരുന്നു. സോ ഫോർമുല ഒത്തിരി ഓർത്തിരിക്കണമെന്നില്ല, പ്രത്യേകിച്ച് കോമ്പൗണ്ടിൽ നമുക്ക് വലിയ ആവശ്യം വരുന്നില്ല കേട്ടോ. ആകെ നമ്മൾ ഫോക്കസ് ചെയ്തത് ഈ രണ്ട് ഫോർമുലാസ്. ഈ ഡിഫറൻസ് ബിറ്റ്വീൻ SI and CA 2 ഇയേഴ്സ് ആണെങ്കിൽ ഫോർമുല എന്താ? PR² × 3 ഇയേഴ്സ് ആണെങ്കിൽ PR² × 300 + R/100 കേട്ടോ. അത് ഇൻ ദ സെൻസ് ആവശ്യമുണ്ടെന്ന് പറയാം. ബാക്കിയുള്ളത് ഇല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. സോ ഓക്കെ, അപ്പൊ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ചോദ്യം നമുക്ക് just ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിച്ചേക്കാം. ദാറ്റ് ഇസ് എ പേഴ്സൺ ബോറോഡ് 9,000 at 7%, 12,000 at 8, and 1,500 at 9% on simple interest per annum എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഹി ഹാഡ് ടു പേ 50,700 at the end of n years. സോ നമ്മൾ ആ എന്നിന്റെ വാല്യൂ എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ടോട്ടൽ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, ടൈം പീരീഡ് തന്നിട്ടില്ല, അതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് കേട്ടോ. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കോ ഫ്രണ്ട്സ്, ചെക്ക് ചെയ്തത്. ഓക്കെ, ഞാൻ പറ്റുന്നുണ്ട്, ഇച്ചിരി കാൽക്കുലേഷൻ ഉണ്ട്. ഫോമിൽ ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, കാൽക്കുലേഷൻ ഉണ്ടായിരിക്കും.
മൂന്ന് കേസസ് അല്ലാതെ. ഓക്കെ, അപ്പൊ ഇത് ഫോർമുല വെച്ച് അങ്ങ് പോയാൽ മതി. നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് ഇൻവെസ്റ്റ് ബോറോ ചെയ്തേക്കുന്നൊക്കെ 9,000, 12,000, 15,000. സോ ടെക്നിക്കലി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് പുള്ളി കൊടുത്തത് 36,000. പക്ഷെ പുള്ളി കിട്ടിയ ഇൻട്രസ്റ്റ് 50,700 ആണ്. സോ ടെക്നിക്കലി ആൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയാ 14,700 അല്ലേ? ഓക്കെ, അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യാം. ഓവറോൾ ഇൻട്രസ്റ്റ് കിട്ടിയത് 14,700 ഇൻറ്റു ആദ്യത്തെ കേസിൽ ആൾ ഇൻവെസ്റ്റ് ചെയ്തത് 9,000, 7% റേറ്റ്, ടൈം പീരീഡ് അറിയത്തില്ല, ബൈ 100. ബാക്കി കേസസിലും അങ്ങനെ 12,000 ഇൻറ്റു 8 ഇൻറ്റു ടി ബൈ 100. തേർഡ് കേസിൽ 15,000 ഇൻറ്റു പറഞ്ഞ പോലെ 9 ഇൻറ്റു ടി ബൈ 100. ഓക്കെ, കട്ട് ചെയ്ത് കളയാം. 100 പറ്റുന്നത്ര നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ 14,700 is equal to എത്രയോ 630 ടി പ്ലസ് 12, 120 എന്ന് പറയുമ്പോൾ 960 ടി പ്ലസ് 1350. ഓക്കെ, ഇത് നമുക്കൊന്ന് ആഡപ്പ് ചെയ്യാം. ആഡപ്പ് ചെയ്യുമ്പോൾ 14,700 ഈക്വൽ ടു എത്രയും 350, 1000, 1900, 2300, ഓക്കെ. അപ്പൊ 2940 ടി. ഓക്കെ, ഇനി ഇവർ തമ്മിൽ ഡിവിസിബിൾ ആയിരിക്കും. ഓപ്ഷൻസ് അങ്ങനെ ക്ലിക്ക് ആവുന്നത്. സോ ഇത് എത്ര ടൈംസ് പോകും? 3 പോകത്തില്ല, 5 പോകും അല്ലെ? 5 ടൈംസ്. ഓക്കെ, ആൻസർ 5 ആണ് കേട്ടോ. എൻ ഇയേഴ്സ് ചോദിച്ചിരുന്നത്. അപ്പൊ ടെക്നിക്കലി 5 വർഷത്തേക്കാണ് ആള് ആ പെർട്ടിക്കുലർ എമൗണ്ട് കൊടുത്തത് കേട്ടോ. ആൻസർ 5 ആയിരിക്കും. ചെയ്യോ? അപ്പോ ക്ലിക്ക് ആയോ? ചെക്ക് ചെയ്ത് കിട്ടിയെന്ന് നോക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. എന്ന ബിസിനസ് ഡീലിംഗ് എ ഓൺസ് ബി 20,000 പേബിൾ ആഫ്റ്റർ 5 ഇയേഴ്സ്, ബി ആണെങ്കിൽ 12,000 after 4. They want to settle it now at the rate of 5% simple interest. So who gives how much money in his settlement? ചോദിച്ചു. നല്ല ക്വസ്റ്റ്യൻ ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഓക്കെ, ഇത് ഒരു അത്യാവശ്യം നല്ല കൺസെപ്റ്റ് ആണ് ഈ ഡെപ്തിന്റെ കേസ്. അപ്പൊ ഇവിടെ നമുക്കൊരു ചെറിയൊരു ഫോർമുല ഉണ്ട്. ഇത് നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞേക്കാം. ദാറ്റ് ഇസ് ഒരു ഫോർമുല വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇച്ചിരി ലെങ്തി പ്രോസസ് ആണ് ബേസിക് മെത്തേഡ് വെച്ച് ചെയ്യാം. ഫോർമുല ഇതാണ്, ദാറ്റ് ഇസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രസന്റ് വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ടി ബൈ ഫോർമുല. ഇത് വെച്ച് ചെയ്യാണ് കുറച്ചുകൂടി ഈസി കേട്ടോ. എന്താണ് പ്രസന്റ് വാല്യൂ, എന്താണ് ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ടി ബൈ. ഇവിടെ നോക്കി നമ്മുടെ ഫ്യൂച്ചർ വാല്യൂ എത്രയാ? എ ഓൺസ് ബി 20,000 അല്ലെ. സോ 20,000 ആണ് ഫ്യൂച്ചർ വാല്യൂ. പ്രസന്റ് വാല്യൂ എത്രയാണ് അതിന്റെ? ഓക്കെ, അപ്പൊ നമുക്ക് കാണേണ്ടത് പ്രസന്റ് വാല്യൂ ഓഫ് എ ആണല്ലോ അല്ലെ. അപ്പോൾ നമുക്കൊന്ന് സോൾവ് ചെയ്ത് പ്രസന്റ് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പേയുടെ റെസ്പെക്ട് പ്രസന്റ് വാല്യൂ ഓഫ് എ എത്രയാന്ന് വെച്ചാൽ 20,000 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ടി എന്ന് പറയുമ്പോൾ റേറ്റ് 5 ആണ്, 5 വർഷത്തേക്ക് 25/100. അതിനെ നമുക്ക് 0.25 എന്ന് പറയും. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. 20,000 ബൈ 1.25 പോയിന്റ് ഒക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 16,000 ആണ് കിട്ടുന്നത്. സോ ബേസിക്കലി എയുടെ ആ പ്രസന്റ് വാല്യൂ എത്രയും 16,000 ആണ്. 5 വർഷം കൊണ്ടാണ് 20,000. ഓക്കെ, ഇനി നമ്മൾ ബിയുടെ സിനാരിയോ നോക്കിയാൽ ബി ഓൺസ് എത്രയാണ്? 12,000 ആഫ്റ്റർ 4 ഇയേഴ്സ്. അപ്പൊ അതിന്റെ കറന്റ് വാല്യൂ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ പ്രസന്റ് വാല്യൂ ഓഫ് ബി നോക്കുവാണെങ്കിൽ 12,000 ബൈ 1 പ്ലസ് ആർ ടി ബൈ 100 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 5 20 ബൈ 100 നമുക്ക് 0.2. അപ്പൊ ഇത് ഈസിയാണ്. 12,000 ബൈ 1.2, അപ്പോൾ ഇത് നമുക്ക് 10,000. ഓക്കെ, ദാറ്റ് മീൻസ് ബിയുടെ വാല്യൂ അത് ബിയുടെ പ്രസന്റ് വാല്യൂ ഇപ്പൊ 16,000 ആണ്. ബിയുടെ ആണെങ്കിൽ 10,000 ഉള്ളൂ. സോ ഒബ്വിയസ്ലി എ ബിക്ക് എന്ത് ചെയ്യണം? റോ കൊടുക്കണം. എ ഗിവ്സ് 6,000 ടു ബി അല്ലെ. എ ബിക്ക് 6,000 രൂപയുടെ കൊടുക്കണം കേട്ടോ. സോ ആൻസർ സി ഓപ്ഷൻ, സി കറക്റ്റ് ആണ്. എ ഗിവ്സ് ₹6,000 ടു ബി ആണ് കറക്റ്റ്. ഓക്കെ, ഈ ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് ഇങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിലി ചെയ്യാൻ ഒരു ഫോർമാറ്റ് ഈ ഫോർമുല തന്നെ, അല്ലെങ്കിൽ കുറച്ച് ലെങ്തി പ്രോസസ്. ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ, ഇതില് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയേക്കാൻ പറ്റുന്നു. ചോദ്യത്തിലുള്ള സം ഓഫ് മണി വാസ് ഇൻവെസ്റ്റഡ് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ എ സർട്ടൻ റേറ്റ് ഫോർ 5 years. Had it been invested at 5% higher rate, it would have fetched 500 more. Okay, so what was the principal? ഈ ഡേറ്റ വെച്ചിട്ട് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെക്ക് ചെയ്തേക്കാം സ്റ്റുഡൻസ്, ചെക്ക് ചെയ്തേ. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, അപ്പോൾ വലിയ ഇഷ്യൂ നമുക്ക് വരും. നമുക്കറിയില്ല 500 രൂപ കൂടുതൽ കിട്ടാൻ കാരണം എന്താ? റേറ്റ് 5% കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ ഒന്ന് കണക്ട് ചെയ്താണ്. അതിൽ നിന്ന് പ്രിൻസിപ്പൾ എത്രയാണ് ഫൈൻഡ് ഔട്ട്. ഓക്കെ, ചെക്ക് ചെയ്തോ. 2 minutes ഉണ്ടെന്ന് ചെക്ക് ചെയ്തോ.
ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതായത് നമുക്കറിയാം ഇൻട്രസ്റ്റ് ഡിഫറൻസ് ആണ് 500 അല്ലെ. ആദ്യത്തെ കേസിൽ നമ്മൾ നോക്കിയാൽ പി ഇൻറ്റു റേറ്റ് 6 വെക്കാം. 5 വർഷം തന്നെയല്ലേ. 5/100 സെക്കൻഡ് കേസിലോട് പി ആർ പ്ലസ് 5/2 5/100. ഇതൊന്ന് സോൾവ് ചെയ്ത് കളയാം നമുക്ക്. ഇത് കോമൺ എടുക്കുവാണെങ്കിൽ എന്താ ബാക്കിയുള്ളത്? 5/5/100 ക്രോസ് ചെയ്യുക. പ്രിൻസിപ്പൾ നമുക്ക് 2000 സോൾവ് കട്ട് ആവുന്നുണ്ട് ടേംസ്. സോ 2000 കേട്ടോ. അതെ, ആൻസർ കറക്റ്റ് കേട്ടോ. ഈ ഓപ്ഷൻ ശരിയായിരുന്നു. 2000 ആണ് ഫൈനൽ ആൻസർ. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത സിമ്പിളും കോമ്പൗണ്ടോട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ there was a 60% increase in an amount in 6 years at simple interest. What will be the compound interest on 12,000 after 3 years at the same rate of interest? അമൗണ്ടിൽ 60% ഇൻക്രീസ് സംഭവിച്ചു 6 വർഷം കൊണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 12,000 ആണ് പ്രിൻസിപ്പൽ. 3 ഇയേഴ്സ് കഴിയുമ്പോൾ അതേ റേറ്റിൽ വരുന്ന ചേഞ്ച് എന്തായിരിക്കും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര വരും എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അതല്ല, അതിലേക്ക് വാല്യൂ ഒന്നും തന്നിട്ടില്ല. സോ പ്രിൻസിപ്പളിനൊക്കെ നമുക്ക് അസ്യൂം ചെയ്തെടുക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല. കാൽക്കുലേഷൻ ലോസ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ എടുക്കാം. അതായത് പ്രിൻസിപ്പളിനെ ഞാൻ 100 എടുത്താൽ അമൗണ്ട് എന്ന് പറയുമ്പോൾ 160. അപ്പോൾ അമൗണ്ട് 160, പ്രിൻസിപ്പൾ 100 ആണെങ്കിൽ ഇൻട്രസ്റ്റ് എത്രയാ? 60. ഡിഫറൻസ്. ഇത് വെച്ച് കണക്ട് ചെയ്തപ്പോൾ ഇൻട്രസ്റ്റ് 60, പ്രിൻസിപ്പൾ 100. റേറ്റ് ആണ് കാണേണ്ടത്, 6 വർഷത്തേക്കാണ്. 100 ക്യാൻസൽ. 60/6 റേറ്റ് എത്രയാ? 10. റേറ്റ് 10 ആണ് അല്ലെ. അപ്പൊ ഓർക്കുന്നുണ്ടോ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? ഓർക്കുന്നുണ്ടോ ഒരു മെത്തേഡ് വെച്ചാണ് ചെയ്തത് അല്ലെ. റേറ്റ് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ചെയ്ത് എന്താണ്? ഇതിനെ ആദ്യം ഫ്രാക്ഷനിലോട്ട് മാറ്റുന്നു. ഡിനോമിനേറ്റർ പ്രിൻസിപ്പളും ന്യൂമറേറ്റർ വാല്യൂ എന്തായിരുന്നു? നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രിൻസിപ്പളും അമൗണ്ടിന്റെ റേഷ്യോ എടുക്കണം. സോ ആദ്യത്തെ വർഷം നോക്കി പ്രിൻസിപ്പൽ 10 ആണെങ്കിൽ അമൗണ്ട് 10. 3 വർഷത്തേക്ക് ആയതുകൊണ്ട് അറിയാലോ ഈ റേഷ്യോനെ 3 വട്ടം എഴുതും. ടെക്നിക്കലി ഇതിന്റെ ക്യൂബ് എടുക്കുമ്പോൾ 1000ന്റെ ക്യൂബ്, 10ന്റെ ക്യൂബ് 1000, 11ന്റെ ക്യൂബ് 133. സോ ഇതിൽ ഏത് ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്? നമുക്ക് തന്നിരിക്കുന്നത് പ്രിൻസിപ്പൾ ആണ്. നമുക്ക് വേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 331. ഈ 10,000ന്റെ വാല്യൂ, ഈ 10,000 റേഷ്യോ ആണ് നമുക്ക് 12,000 ആയിട്ട് തന്നത്.
ഓക്കെ, ഇപ്പൊ 1 എന്താന്ന് പറയാം 12. നമുക്ക് വേണ്ടത് കോമ്പൗണ്ട് അല്ലേ, ഇപ്പൊ 331 റേഷ്യോ എന്താന്ന് വെച്ചാൽ 331 × 12. അല്ല, യൂണിറ്റ് പ്ലേസ് 2 ആയിരിക്കും. സോ ആൻസർ 397 കേട്ടോ. അല്ലെങ്കിൽ ഫോർമുല വെച്ച് ചെയ്യാം, പക്ഷെ അത് കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് കാൽക്കുലേറ്റീവ് ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ നമ്മളെ സെഷൻ ക്ലാസ്സിൽ പഠിച്ച ആ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് കേട്ടോ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിയർ ആയോ? ചെക്ക് ചെയ്ത് ഓക്കെ ആണോ എന്ന് നോക്കിയത് കേട്ടോ. സർ ക്ലിയർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ബോണ്ട് ഓഫ് റുപ്പീസ് എക്സ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറ്റ് 20% per annum for 3 years becomes y. സോ നമുക്ക് വൈയും എക്സും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാമോ? ഓക്കെ, അപ്പൊ നമ്മുടെ റേഷ്യോ മെത്തേഡ് ഒന്ന് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇൻട്രസ്റ്റ് 20% അല്ലെ, 3 വർഷം കഴിയുമ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത്. അപ്പൊ എക്സ് പ്രിൻസിപ്പിളും വൈ എന്താ എമൗണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 20% ഫ്രാക്ഷനിലാക്കുക, അതിന്റെ ബേസ് പ്രിൻസിപ്പിള്, മുകളിലുള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. പ്രിൻസിപ്പൽ ഇഷ്ടം എമൗണ്ട് നോക്കുക, ഇഷ്യൂ ആദ്യത്തെ വർഷം നോക്കുക, 3 വർഷം. അപ്പൊ ആ രണ്ട് റേഷ്യോസിന്റെ ക്യൂബ് എടുത്താൽ ആൻസർ. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ, റേറ്റിനെ ആദ്യം നമുക്കൊന്ന് റേഷ്യോയിൽ കൺവേർട്ട് ചെയ്താൽ 20/100 എന്നുണ്ട്. പ്രിൻസിപ്പിൾ ഇതാകും. ഇവിടെ ഈ എക്സ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ആണ്, വൈ എന്ന് പറഞ്ഞ അമൗണ്ട്. ആദ്യത്തെ വർഷം നോക്കി, പ്രിൻസിപ്പിൾ എക്സ് 5 ആണെങ്കിൽ അമൗണ്ട് ആണ്. 3 വർഷത്തേനായതുകൊണ്ട് ഇതിന്റെ ക്യൂബ് ആയിരിക്കും. 216 എന്ത് വരാൻ റേഷ്യോ കേട്ടോ. ആൻസർ ഇവിടെ സി ഓപ്ഷൻ ആണ് കേട്ടോ. ഓക്കെ, കിട്ടിയോ നോക്കാം. അപ്പൊ റേഷ്യോ മെത്തേഡ് ഞാൻ പറഞ്ഞാല് പലയിടത്തും നമുക്ക് അഡ്വാൻറ്റേജ് തരും കേട്ടോ. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കാം.
The sum of money compounded annually doubles itself in 5 years. In how many years will it become 4 times it? ഡബിൾ ആവാൻ 5 വർഷം. നമ്മൾ ചെയ്തൊരു കൺസെപ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഡബിൾ ആവാൻ 5 വർഷം. അപ്പൊ 4 ടൈംസ് ആവാൻ എത്ര വർഷം? 10 വർഷം. 10 വർഷം അല്ലെ? നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? പി 2p ആവാൻ 5 വർഷമാണെങ്കിൽ ഇനി ഓരോ ഡബിൾ ആവാൻ, ഓരോ ടൈംസ് ഡബിൾ ആവാനും അത്രയും ടൈം. 4p എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ഇവിടെ ഡിഫറൻസ് ചോദിച്ചേക്കുന്നത് ബിറ്റ്വീൻ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 10,000 ഫോർ 2 years at 20% per annum, പക്ഷേ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഹാഫ് ഇയർലി നമ്മൾ പഠിച്ചായിരുന്നു എന്തൊക്കെ സംഭവിക്കുന്നത്. ടൈം ഡബിൾ ആവും, പിന്നെ റേറ്റ് എന്താവും പകുതി കേട്ടോ. അപ്പൊ അവരൊന്ന് കൺസിഡർ ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മൾ 2 വർഷത്തെ ഡിഫറൻസ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കണ്ടാൽ മതി. ഫോമുല ഡിഫറൻസ് പാടായിരിക്കും. സെപ്പറേറ്റ് ആയിട്ട് കണ്ടു. സിമ്പിൾ ഇൻട്രസ്റ്റ് 2 വർഷത്തേക്ക് എത്ര വരുമെന്ന്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാരണം ഹാഫ് ഇയർലി ആയതുകൊണ്ട് പറഞ്ഞാൽ ടൈമിനെ നമ്മൾ 4 ടൈംസ് ആക്കണം, റേറ്റ് പകുതിയാക്കണം. അത് കഴിഞ്ഞിട്ട് എത്ര വരുമെന്ന് എന്നിട്ട് അവരുടെ ഡിഫറൻസ് നോക്കിയാണ്. ആനുവലി ആയിരുന്നെങ്കിൽ ഫോമുല ഉപയോഗിക്കായിരുന്നു. ഹാഫ് ഇയർലി ആയതുകൊണ്ട് ഫോമുല ഇച്ചിരി പാടായി. സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. ഓക്കെ, ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് കുഴപ്പമില്ലല്ലോ. 10,000 ഇൻട്രസ്റ്റ് ചെയ്യാം. 10,000 ആണ് പ്രിൻസിപ്പൽ. 20% റേറ്റ് 2 വർഷം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4,000. 2 വർഷത്തെ ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് 4,000. കോമ്പൗണ്ട് ആണ് ഇച്ചിരി പണി. കാരണം
2 ഇയേഴ്സ് അല്ല, ഹാഫ് ഇയർലി ആകുമ്പോൾ ടൈം 4 ആവും. റേറ്റ് പക്ഷെ കുഴപ്പമില്ല, പകുതി. റേഷ്യോ മെത്തേഡ് നമ്മൾ നോക്കിയാൽ പ്രിൻസിപ്പൽ ടു എമൗണ്ട് 10:2. റേസ് ടു 4 പോകേണ്ടത് 4 വർഷമായാലും. അപ്പോൾ എത്ര വരും? ഈ 11:4 16,14641. 10:4 കുഴപ്പമില്ലല്ലോ, 10,000 ആണ് കേട്ടോ. സോ ഡിഫറൻസ് ഓക്കെ. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് പ്രിൻസിപ്പിൾ നമുക്ക് കിട്ടിയ വാല്യൂ തന്നെയാണ് അല്ലെ. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നത് 146, സിമ്പിൾ കിട്ടിയത് 4,000. അപ്പൊ ഇവരുടെ ഡിഫറൻസ് എത്ര വരുന്നത്? 640 കേട്ടോ. ആൻസർ 641 കേട്ടോ. ശരി, കാൽക്കുലേറ്റ് 4 വർഷം ആയതിന്റെ ഒരു പ്രശ്നം വന്നതാണ് കേട്ടോ. ഓക്കെ, കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കി. ക്വസ്റ്റ്യൻസ് വൈൻഡപ്പ് ആവും. ഇവിടെ നോക്കി, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ 2 ഡിഫറെന്റ് സ്കീംസ് ആണ്. സെയിം, അത് 20%. സ്കീം, ബട്ട് ഇൻ വൺ സ്കീം ദ ഇൻട്രസ്റ്റ് ഇസ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി, മറ്റേതിൽ ആനുവലി തന്നെ. ഓക്കെ, ഈക്വൽ അമൗണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ ദി സ്കീംസ്. ഡിഫറൻസ് ഓഫ് റിട്ടേൺസ് ആഫ്റ്റർ 2 ഇയേഴ്സ് 482. ഡിഫറൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഇത് വെച്ചിട്ട് പ്രിൻസിപ്പിൾ എത്രയാണ് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിക്കാം. അപ്പൊ ഇതില് പ്രശ്നം വരുന്ന ഹാഫ് ഇയർലിയിലേ ഉള്ളൂ കേട്ടോ. ആനുവലിയിൽ കുഴപ്പമില്ല, 20%. സോ നമ്മുടെ ഫ്രാക്ഷൻ 5:6. സോ പ്രിൻസിപ്പൽ അമൗണ്ട് റേഷ്യോ 25:36. ഓക്കെ, ഇവിടെ ഡിഫറൻസ് വരുന്നത് 11. സോ ഈ 11x അല്ലെ, 2 വർഷത്തേക്ക് അമൗണ്ട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഡിഫറൻസ് ഇൻ റിട്ടേൺസ്, കോമ്പൗണ്ട് വേണം അല്ലെ. എന്നുവെച്ചാൽ ഇങ്ങനെ പറയാം, ഞാനിത് 2 സൈഡ് ഇൻറ്റു 4 ചെയ്താൽ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അത് അമൗണ്ടിൽ എത്രയായി? 144 അല്ലെ. സോ അമൗണ്ട് നമുക്ക് ഇങ്ങനെ പറയാം 144x ആണ് ഫസ്റ്റ് കേസ്. ഹാഫ് ഇയർലിയിലാവുമ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, 20% 10 ആവും. 4 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിന് ചെയ്ത പോലെ എത്രയായിരുന്നത്? 146 സംതിങ് അല്ലെ, 14641 ആയി പോയിന്റ് എക്സ്. ടെക്നിക്കലി ഈ ഡിഫറൻസ് ആണ് ക്വസ്റ്റിന് നമുക്ക് എത്രയായിട്ട് തന്നിരിക്കുന്നത്? 480. ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. ഡിഫറൻസ് ഏകദേശം ഒരു 2.41x
ഇതാണ് നമുക്ക് 482 തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ ഓൾമോസ്റ്റ് 200. നമ്മളിവിടെ അസ്യൂം ചെയ്തേക്കുന്നത് പ്രിൻസിപ്പൽ 100x ആയിട്ടാണ്. 100 ഇവിടെ ആക്കി. സോ ഇൻറ്റു 100 അങ്ങ് ചെയ്താൽ നമുക്ക് എത്ര വരുന്നുണ്ട്? 20,000 വരും കേട്ടോ. ഓക്കെ, സോ വലിയ കുഴപ്പമില്ല. ചില ക്വസ്റ്റ്യൻസ് ഇച്ചിരി കാൽക്കുലേറ്റീവ് ആണ്, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. കോമ്പൗണ്ടിൽ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കാൽക്കുലേറ്റീവ് ആവാം. നമ്മളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാക്കണം നമ്മൾ ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പൊ ഓവറോൾ ഒരു ഐഡിയ കിട്ടിയോ? നോക്കുക, ഇനി ഒന്ന് PYQ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ചെയ്യുവാണെങ്കിൽ ടോപ്പിക് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ചെക്ക് ചെയ്ത് തരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാം. രണ്ട് ടോപ്പിക് ഒന്ന് നോക്കിയത്, ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഓൺലൈൻ സെഷനിൽ ഒന്ന് ഡിസ്കസ് കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു സാർ.